മോളെ മോളെ എന്താ അച്ഛാ? വല്ലതും കഴിച്ചിട്ട് കുറച്ചു നേരം ആയില്ലേ? ദാ ഈ പാലം കുടിക്കേ. മതി അച്ഛാ. അച്ഛാ, ആ ഡോക്ടർ അങ്കിള് പിന്നെ വന്നില്ലല്ലോ? ഇല്ല മോളെ, പിന്നെ വാസിക ഡോക്ടർ ഇങ്ങോട്ട് വന്നില്ല. അതെന്താ ഡോക്ടർ അങ്കിൾ വരാത്തെ? ഇന്നലെ ഈ സമയത്ത് എന്നെ കാണാൻ വന്നിരുന്നാണല്ലോ. മോളെ, ഇന്നലെ ഈ സമയത്ത് വന്നു കരുതി എല്ലാ ദിവസവും അങ്ങനെ വരണമെന്നില്ലല്ലോ. ഡോക്ടർ വലിയ തിരക്കുള്ള ആളല്ലേ. മോളുടെ ജീവൻ രക്ഷിച്ച പോലെ എത്രയോ ആൾക്കാരുടെ അസുഖം മാറ്റാനുള്ള ആളാ. എന്നാലും ഇത്രയൊക്കെ തിരക്കുണ്ടായിട്ടും സമയം കിട്ടുമ്പോഴൊക്കെ ഡോക്ടർ അങ്കിൾ മോളെ കാണാൻ ഓടി വരാറില്ലേ? അതെനിക്ക് ഡോക്ടർ അങ്കിളിനെ ഭയങ്കര ഇഷ്ടാണെന്ന് അറിയാവുന്നോണ്ടാ. മോളോടും അങ്കിളിന് ഒരുപാട് ഇഷ്ടമുണ്ടല്ലോ. ആ അങ്കിൾ അടുത്ത് വരുമ്പോ എനിക്ക് എന്താ ആശ്വാസം എന്നറിയോ? പിന്നെ എനിക്ക് വേദന തോന്നാറേ ഇല്ല. അത് മരുന്നിനോടൊപ്പം ആ അങ്കിള് എന്റെ മോൾക്ക് സ്നേഹം കൂടി തരുന്നോണ്ടാ. അതേ ഈശ്വരാധീനമുള്ള ആളാ. ആ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു പ്രത്യേക ചൈതന്യമാ. ശരിക്കും മഹാദേവന്റെ കടാക്ഷമുള്ള പുണ്യാത്മാവാണ് അദ്ദേഹം. അങ്ങനൊരു ഡോക്ടറെ നമുക്ക് കിട്ടിയത് എന്റെ മോളുടെ ഭാഗ്യമാ. അച്ഛാ, ഇനി എന്നാ നമുക്ക് ഇവിടെ നിന്ന് പോവാൻ പറ്റാ? അത് ഡോക്ടർ പറയാതെ നമുക്ക് പോവാൻ പറ്റില്ലല്ലോ മോളെ. ഞാൻ ഇനി ഡോക്ടറുകൾ വരുമ്പോ ചോദിക്കാം. ശരി. അച്ഛാ, എന്താ മോളെ? നമ്മൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോയി ദേവിയെ തൊഴിലേ? ഉറപ്പായിട്ടും പോവും മോളെ. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മുടങ്ങിപ്പോയ മോളുടെ അരങ്ങേറ്റവും നമുക്ക് നടത്തണം. എനിക്ക് വിദ്യാമ്മയും കാണണം. അതിനെന്താ, കാണാലോ. മോളെ കാണാൻ കൊതിച്ച് വിദ്യാമ്മയും കാത്തിരിക്കാവും. അച്ഛാ, ചെറിയമ്മയും മണിച്ചേട്ടനും റൂമിൽ തന്നെയാണോ? അവരെന്താ എങ്ങോട്ട് വരാത്തെ? നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല മോളെ. അതിനുള്ള മനസ്സ് അവർക്കൂടി തോന്നണ്ടേ. ഭക്ഷണവും വിശ്രമവും രണ്ടുപേർക്കും അതുമാത്രം നടന്നാ മതിയല്ലോ. ഇനി എന്റെ മോള് കുറച്ചേരം മയങ്ങിക്കോ. ഇനി ഉറങ്ങിക്കോ. അമ്മേ ദേവി, സർവരക്ഷകേ, കാത്തോളണം എന്റെ കുഞ്ഞിനെ. അമ്മേ മഹാമായെ കാത്തു രക്ഷിക്കണേ. നിനക്കെന്താ പഠിക്കാനൊന്നുമില്ലേ? ഞാൻ ഇത്രയും നേരം പഠിച്ചോണ്ടിരിക്കായിരുന്നമ്മേ. അല്ലമ്മേ, അച്ഛനെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്താ ലേറ്റ് ആവുന്നേ? കൊറേ നാള് കൂടിയല്ലേ കടയില് പോയത്. വല്ല പരിചയക്കാരെയും കണ്ട് സംസാരിച്ചിരിക്കുന്നുണ്ടാവും. അല്ല, സംസാരിക്കാൻ പരിചയക്കാരനെ വേണമെന്നില്ലല്ലോ. പൊന്നാര മോള് തന്നെ കടയിലുണ്ടാവും. രണ്ടുപേരും കൂടി വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടാവും. എന്നാലും ഇത്രയും വൈകിയ സ്ഥിതിക്ക് അച്ഛൻ എങ്ങനെ തിരിച്ചു വരും? അങ്ങോട്ട് തനിച്ചല്ലേ പോയത്, തിരിച്ചു ഇങ്ങോട്ടും അങ്ങനെ തന്നെ പോന്നോളും. അതല്ലമ്മേ, റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക. വഴിയിലെങ്ങാനും വീഴുവോ മറ്റോ ചെയ്താ? അത് അങ്ങോട്ട് പോയപ്പോ അതൊക്കെ നിന്റെ അച്ഛൻ ശ്രദ്ധിച്ചു കാണുമല്ലോ. അപ്പൊ നേരത്തെ കാലത്ത് ഇങ്ങോട്ട് എത്തണമെന്ന് അങ്ങേർക്കും അറിയാലോ. മോളോട് പഞ്ചായത്തും പറഞ്ഞിരുന്ന് നേരം വൈകുന്നതിന് നമ്മൾ എന്ത് ചെയ്യാനാ? ആ, എത്തിന്ന് തോന്നല്ലോ. അച്ഛനല്ലമ്മേ, അത് വിനോദ.
ഡാ വരുന്ന വഴിക്ക് നീ അച്ഛനെങ്ങാനും കണ്ടിരുന്നോടാ? ഇല്ല അമ്മേ, എന്തു പറ്റി? അച്ഛനെവിടെ പോയി? ദേ അച്ഛൻ പൂക്കടയിലേക്ക് പോയതാ. ഇത്രയും നേരമായിട്ട് ആളിങ്ങി തിരിച്ചു വന്നില്ല. വിനോദേ, ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വാടാ. ഓ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അച്ഛനിങ്ങോട്ട് വന്നോളൂന്നേ. അമ്മേ, എന്തെങ്കിലും കഴിക്കാടുക്ക, നല്ല വിശപ്പുണ്ട്. അല്ല, നീ അവിടുന്ന് ഇവിടം വരെ നടന്നാണോ വന്നേ? അല്ല, അഭിരാജ് എന്നെ ഡ്രോപ്പ് ചെയ്തു. റോഡ് മോശമായതുകൊണ്ട് ജംഗ്ഷൻ വരെ വന്നതേ ഉള്ളൂ. ആ, എന്നാ പിന്നെ നീ പോയി വേഷം മാറിയിട്ട് വാ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. ശരി. ഡീ, നീ ടെൻഷൻ ആവണ്ട, അച്ഛനിങ്ങ് വന്നോളും. ദേവ് വെച്ച് എന്തായാലും അച്ഛനെ തനിച്ചു വിടില്ല. എന്നാലും ഇത്രയും ലേറ്റ് ആയ സ്ഥിതിക്ക് ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാം. അതൊരു വന്നില്ലെങ്കിൽ പോയി നോക്കാം. അതെ, അത് മതി. നീ എന്തെങ്കിലും കഴിക്കേ, അപ്പോഴേക്ക് അച്ഛൻ എത്തുമായിരിക്കും. നീ വേടാ. സുമാര, വണ്ടി ഇവിടം വരെ പോവുള്ളൂ. റോഡ് പണിയടക്ക. ഇവിടുന്ന് അങ്ങോട്ട് ഒരു രക്ഷയില്ല. ഞങ്ങളങ്ങ് നടന്നോളാം. ആ, പിന്നെ താനൊരു ഉപകാരം ചെയ്യണം. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. എന്നെ വീട്ടിലാക്കിയിട്ട് ദേവൂട്ടി ഇങ്ങ് പോരും. ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് മോളെ അമ്പലത്തിനടുത്തുള്ള ആ വിദ്യാമ്മയുടെ സത്രത്തിലാക്കണം. അതിപ്പോ വെയിറ്റ് ചെയ്യണോ? ലേറ്റ് ആവോ? ഇല്ലില്ല, ഞാൻ വീട്ടിലെത്തേണ്ട താമസം. ദേവൂട്ടി അപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് അയക്കാം. അത് തനിക്ക് വെയിറ്റിംഗ് ചാർജ് തരാടോ. എന്നാ പിന്നെ വെയിറ്റ് ചെയ്യാം. ഓ, വാ മോളെ. ദേവൂട്ടി വീണ്ടും വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. ഓട്ടോ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ആ, ചേട്ടനായിരുന്നു. എന്താ ഏട്ടാ ഇവിടെ വെയിറ്റ് ചെയ്യുന്നേ? സുരേന്ദ്രേട്ടനെ വീട്ടിലാക്കിയിട്ട് ദേവൂട്ടി ഇങ്ങോട്ട് വരും. ആ കൊച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. ആ കുട്ടിയെ സത്രത്തിലോട്ടാക്കണം. ഓ,